ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നിങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാമെന്ന്. ഇതിപ്പം കണ്ട ഇതൊരു ചെയിനാണ്. ഇപ്പോൾ ഇതാ ഇവിടെ വിറ്റ ഒരു ചെയിനാണ്. ഈ ചെയിൻ ഉണ്ടല്ലോ ഇപ്പോൾ ചൂടാക്കിയിട്ടാണ് ഈ കളറ്, സ്വർണ്ണത്തിൻ്റെ ചെയിനിൻ്റെ കളർ ഇങ്ങനെ ആയത്. അപ്പോൾ ഇത് തരുമ്പോൾ ഉണ്ടല്ലോ, ഇത് പൊട്ടിയിട്ടാണ് ഉണ്ടായേ. നോക്കിയാട്ടെ, ഇത് പൊട്ടിയിട്ട് കണ്ട ഈ പീസ് ഇങ്ങനെ ഇതാ ഈ ഒരു കണ്ണി ഇങ്ങനെയുള്ള. ശരിക്ക് ഇത് ഇങ്ങനത്തോളം ഈ കണ്ണി വേണ്ടുന്നതാണ്. നോക്കിയാട്ടെ, ഇവിടുന്ന് ഇങ്ങനെ ഫുള്ളായിട്ട് വേണ്ടുന്ന സാധനം പൊട്ടിയിട്ടാണ് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ ഇവർ ചൂടാക്കുമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും നമ്മൾ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ചൂടാക്കുക. പല ചിലരിൽ നിന്ന് പുറത്തുനിന്ന് ചൂടാക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഈ ഉള്ളിൽ കൊണ്ടുപോയി ചൂടാക്കുമുണ്ടല്ലോ, നിങ്ങൾ നോക്കിയാട്ടെ, ഇതിൻ്റെ ഈ കണ്ണി കണ്ട, ഈ കണ്ണി ഇതാ ഇവിടം പോലെ പൊട്ടിയതുകൊണ്ട് ഈ കണ്ണി ഇവിടുന്ന് ഞാൻ പറയും ചൂടാക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു 2-3 പീസ് മുറിഞ്ഞ് പോന്ന് വെച്ചോ. മുറിഞ്ഞിട്ട് സൈഡിൽ കാണാണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 2-3 പീസ് മിസ്സായത് മനസ്സിലാവില്ല. ഈ ഒരു സാധനം ചൂടാക്കിയിട്ട് മാത്രം ഉണ്ടല്ല, ഏതാണ്ട് 700 മില്ലി 1 ഗ്രാമിനടുത്ത് പിന്നെ ചേറ് ഇതിനകത്ത് കുറഞ്ഞിന്. ഇതിൻ്റെ അകത്ത് നിന്ന് ഈ സൈഡിലെ ഞാൻ പറഞ്ഞില്ല, ഈ അരുവിലുള്ള 2 കണ്ണ് മിസ്സായാൽ, ഈ അരുവിലുള്ള 2 കണ്ണ് മിസ്സായാൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിയൂല. നേരെ മറിച്ച് ഇത് പൊട്ടാത്ത ചെയിൻ, നിങ്ങൾ ഫുൾ ചെയിൻ ആണെങ്കിൽ ഇതിൻ്റെ അത് കണ്ണ് മിസ്സായി തരുമ്പോൾ ഇത് ഈ കുളത്തിൻ്റെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കണ്ണ് ഒരിക്കലും മിസ്സാക്കാൻ കഴിയും. മിസ്സായാലും മനസ്സിലാവും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇതുപോലെ പൊട്ടിയ ചെയിൻ കൊണ്ടുവരുമ്പോണ്ടല്ലോ നീട്ടത്തിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് 1 ഗ്രാമിനെ അടുപ്പിച്ച് ചേറ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ചൂടാക്കിയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടെന്ന് പറയാം, ഇതിൻ്റെ അകത്തുള്ള ചേറ് പോയതാണെന്ന് പറയും. ഇതിൻ്റെ കൂടെ 2 കണ്ണി പോയിട്ടുണ്ടെങ്കിലോ അതും ചേറിൻ്റെ കൂട്ടത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറയാം, എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഇത് ചൂടാക്കിയത് ഞാൻ കറക്റ്റ് ശ്രദ്ധിച്ച് ചൂടാക്കിനി. അപ്പോൾ ഒന്നും മിസ്സായിട്ടൊന്നുമില്ല. അതിൻ്റെ നീട്ടം ലെങ്ത്തെല്ലാം ഏതാണ്ട് കറക്റ്റാണ്. അപ്പോൾ എല്ലാടിക്കും പോകുമ്പോൾ എല്ലാടിക്കും ഒരുപോലല്ല. അപ്പോൾ നിങ്ങൾ ഈ വക സാധനം വരുമ്പോൾ നീട്ടത്തിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് ചൂടാക്കാൻ കൊടുക്കുക. എന്നിട്ട് വന്നിട്ടോ പറ്റുമെങ്കിൽ ഈ പീസൊന്ന് നിങ്ങൾ എണ്ണി നോക്കിക്കോ. ഇത് എണ്ണാൻ പറയുന്നത് അറിയുക. ഇന്നലെ നമ്മളെ ഷോപ്പിലൊരു കസ്റ്റമർ വന്നേ. അപ്പോൾ ഓറ് പറഞ്ഞു വെച്ചാൽ ഓറെ അച്ഛൻ്റെ അടുത്ത സുഹൃത്തിനാന്ന് പോലും റിപ്പയർ ചെയ്യാൻ കൊടുത്തതാണ് ചെയിൻ. അപ്പോൾ ചെയിൻ റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഒരു പീസ് കുറവ്. അപ്പോൾ ഇവർ അമ്മ എന്ത് ചെയ്ത് കൊടുക്കുമ്പോൾ എണ്ണീറ്റാണ് കൊടുത്തത്. അമ്മ കുറച്ച് പ്രായമുള്ള അമ്മയാണ്. എണ്ണീറ്റ് കൊടുത്തോണ്ട് എന്തായി സംഗതി ഒന്ന് കുറവെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോള് പറഞ്ഞ് അങ്ങനെ ചെയ്യില്ല, അച്ഛൻ്റെ ചങ്ങായില്ലേ, ചങ്ങായിൻ്റെ മോനല്ലേ, അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അവിടെ പോയിട്ട് പറയുമ്പോൾ അവർ പറഞ്ഞു, ഒരു പീസ് അവിടെ ഉണ്ട് കേട്ടോ, അതവിടെ മിസ്സായി പോയെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് തിരിച്ചു കൊടുത്തെന്നാണ് പറഞ്ഞത്. ഇത് ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്, എന്നോട് ഒരാൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇത് വാസ്തവമാണ്, ഇത് നടക്കുന്നുണ്ട്. ഇത് ഒരാളൊന്നുമല്ല, എൻ്റെ ഒരുപാട് ആൾ ഇങ്ങനെ ഒരു കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ സ്വർണ്ണ വലിയ വിലയാണ്. ഇതിൻ്റെ അകത്ത് 2 കണ്ണി പോയി കഴിഞ്ഞാണ്ടല്ലോ എനിക്കൊന്നൊരു 2000-3000 എന്തായാലും വരുന്നുള്ളതാണ് കാര്യം. അപ്പോൾ നിങ്ങളുടെ പൈസ ഒരിക്കലും വെറുതെ മിസ്സാവാൻ പാടില്ല. നമ്മളിത് മനഃപൂർവ്വം എടുക്കുന്നതെന്നല്ലേ പറയുന്നത്. അബദ്ധത്തിലും ഇതിൻ്റെ അകത്ത് കണ്ണി മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. ചൂടാക്കുന്ന സമയം ഒന്ന് കുടയുന്ന സമയത്ത് ഇളകുന്ന സമയത്ത് ഇത് മിസ്സാവാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് പറയാനുള്ളത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് വേറൊരു ചാനൽ കൂടി ഉണ്ട്, യൂട്യൂബിൽ എൻ്റെ ഒരു ചാനലുണ്ട്. അപ്പോൾ യൂട്യൂബ് ചാനൽ കാണാത്തവരാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് കാണുക. പേര് തന്നെയാണ്, ബൈജു ജീസൺസ് തന്നെയാണ്. അപ്പോൾ യൂട്യൂബ് ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളുള്ള വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇത് കാണാത്തവരോട് കാണട്ടെ, എല്ലാവരിലും എത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.